ഇപ്പോൾ പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, വളരെ സജീവമായി അല്ലെങ്കിൽ വിവാദമായി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് അല്പം ആശ്വാസത്തോടുകൂടി തന്നെ ഈ സംഗമത്തിന്റെ കൃത്യമായി അതിന്റെ ചുമതലകളിലേക്ക് പൂർണ്ണ ശ്രദ്ധ കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ കോടതി വ്യവഹാരങ്ങളായിരുന്നല്ലോ. എന്തൊക്കെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ കൃത്യമായി ശബരിമലയുടെ വികസനത്തിനൊരു മാസ്റ്റർ പ്ലാൻ ഈ സംഗമത്തിന് ശേഷം ഉരുത്തിരിഞ്ഞു വരും എന്ന് ഉറപ്പാണ്. തീർച്ചയായും സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും സംബന്ധിച്ച് ഇന്നത്തെ ഹൈക്കോടതി ഈ 3 ഹർജികളും തള്ളിയത് ആശ്വാസകരമായ കാര്യമാണ്. കാരണം അതിനുള്ള ഒരുക്കങ്ങൾ, അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പമ്പയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്കാണ്. ഒരു പ്രധാന വേദിയും 2 ചെറുവേദികളും. ഈ 3 വേദികളിലാണ് 3 വിഷയങ്ങളിലുള്ള ഈ ചർച്ച നടക്കാൻ പോകുന്നത്. അത് ഒന്ന് ശബരിമല മാസ്റ്റർ പ്ലാൻ, മറ്റൊന്ന് പിൽഗ്രിം ടൂറിസം, മൂന്നാമത്തത് ക്രൗഡ് മാനേജ്മെന്റ്. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം പമ്പാ തീരത്ത് ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഇത് പമ്പയുടെ തീരത്ത് പമ്പ നദിക്ക് ദോഷമുണ്ടാകും എന്ന തരത്തിലുള്ള ആശങ്കയാണ് സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. നേരത്തെ ഹൈക്കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ ഹൈക്കോടതി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുത്, പിന്നെ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുത്, സുതാര്യമായ അക്കൗണ്ട്സ് ദേവസ്വം ബോർഡ് സൂക്ഷിക്കണം, വരവ് ചെലവ് കണക്ക് ഉറപ്പുവരുത്തണം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ദേവസ്വം ബോർഡിന് കർശനമായി തന്നെ പാലിക്കേണ്ടി വരും. കാരണം ഇത് കോടതിയുടെ കൂടുതൽ നിയന്ത്രണത്തിലായിരിക്കും ഇനി ആഗോള അയ്യപ്പ സംഗമം നടത്തുക. ഇതിനോടൊപ്പം തന്നെ ഭക്തർക്ക് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ ഇത് മാസപൂജ കാലമാണ്. അപ്പോൾ 21-ാം തീയതി വരെ ശബരിമല നട തുറന്നിരിക്കുകയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വരുന്നവർക്ക് സ്പെഷ്യൽ ദർശനമടക്കം ഈ സംഗമത്തിന്റെ ഭാഗമായി നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവരല്ലാത്തവർക്ക് ദർശനം തടസ്സപ്പെടാൻ പാടില്ല. അവിടെ ഒരു സ്പെഷ്യൽ ദർശനം പോലുള്ളൊരു നടപടി ഉണ്ടായാൽ അതടക്കം കോടതിയുടെ നിരീക്ഷണത്തിന് വിധേയമാകും. ബോർഡ് അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ആശ്വാസമാണ് ഇത് നടത്താമെന്ന തീരുമാനം. പക്ഷേ കോടതിയുടെ കൃത്യമായ ശ്രദ്ധയിൽ അല്ലെങ്കിൽ അവരുടെ കൺവെട്ടത്ത് തന്നെയാണ് ഈ പരിപാടികൾ. അതുകൊണ്ട് അത് അത്രയേറെ സുതാര്യമായി തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയും വേണം. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.